നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശരിമൂർത്തിയെക്കുറിച്ച് ചിന്തിച്ചു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അധ്യാത്മാനന്ദ സ്വാമികളുടെ നാലാമത്തെ പുസ്തകമായ ഏറ്റവും പുതിയ പുസ്തകമായ പറയൂ കേൾക്കാം എന്നുള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കയ്യിൽ കിട്ടാൻ പോവാണെന്ന്. ആ പുസ്തകം കയ്യിൽ കിട്ടി, വായിച്ചു. 21 ചെറു എഴുത്തുകളായിട്ട്, ഒന്ന് രണ്ടെണ്ണം കുറച്ച് ലോങ് ആണ്. ഒരുപാട് ജീവിത തത്വങ്ങളെ നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് സ്പിരിച്വാലിറ്റി താല്പര്യമില്ലാത്തവർക്കും വായിക്കാം. വലിയ വലിയ സ്പിരിച്വൽ കാര്യങ്ങളല്ല ഇതിൽ പറയുന്നത്. സാധാരണ മനുഷ്യർ, അവരുടെ മനഃശാസ്ത്രം, അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വഴികൾ, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ എന്നാൽ അർത്ഥസമ്പുഷ്ടമായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരധ്യായത്തെക്കുറിച്ച് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതോടൊപ്പം ഞാൻ 1-2 ആഴ്ച മുമ്പ് ഒരു ഒരു ചാനലിൽ, ഒരു യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് പോസ്റ്റ് തോന്നുന്നു, അതിൽ കുറച്ച് അക്രോണിംസിനെ കുറിച്ച് കേട്ടു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ചിന്തയാണ് ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് സ്വാമിജിയുടെ പുസ്തകത്തിലെ വാണിജ്യ പാഠങ്ങൾ എന്നുള്ള ഒരു കവിതയുടെ രൂപത്തിലുള്ള 8ാമത്തെ എഴുത്ത് വായിക്കാം. മഞ്ഞുരുകി ഭാരമൊഴിയാതിരിക്കാൻ വാർത്താപത്രങ്ങളിൽ മുഖം പൂഴ്ത്തണം. ഇവിടെ ഫോഫോ എന്നുള്ള ടേം ആദ്യം പറയാം. ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട്. ഫോമോ എല്ലാവർക്കും അറിയാലോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഫോഫോ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട്. ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിക്കുമെന്നുള്ള പേടി, സ്വയം അത് കണ്ടുപിടിക്കാതിരിക്കാനുള്ള പലതരം ഒളിച്ചോടലുകൾ, പലതരം അഭിനയങ്ങൾ, പലതരം എസ്കേപ്പിസംസ്. കാര്യം നമ്മൾ സത്യത്തെ പേടിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ സത്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രൂത്ത് ഈസ് നോട്ട് ഫോർ എവരിബഡി. സത്യത്തെ അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും അതിനെ അക്നോളജ് ചെയ്യാനും അതിൻ്റെ ബേസിസിൽ സ്വയം തിരുത്താനുമുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കഴിയാത്തവർ പലപ്പോഴും സത്യത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ കോൺഷ്യസ്ലിയോ സബ് കോൺഷ്യസ്ലിയോ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. ഓടി ഒളിക്കുന്നത് ഈ ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് കാരണമാണ്. ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ അത് അപ്ലിക്കബിൾ ആണ്. സാധാരണ ഹെൽത്ത് ഇഷ്യൂസ് മുതൽ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ മുതൽ ആത്യന്തിക സത്യത്തിൻ്റെ കാര്യത്തിൽ വരെ അത് ശരിയാണ്. നമ്മെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഏതോ മഹാനായ വ്യക്തിയാണ് പറഞ്ഞിട്ടുള്ളത്, ആരാന്ന് ഓർക്കണില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ആ ചങ്ങലകളെ പലപ്പോഴും സ്നേഹിക്കുന്നു. നമുക്ക് സത്യത്തെ നേരിടാൻ താല്പര്യമില്ല. കുറേ കള്ളങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ജീവിക്കാൻ ചിലപ്പോൾ ചില സമയത്തെങ്കിലും ചില സുഖകരമായ കള്ളങ്ങൾ വേണ്ടി വരും. എന്നാൽ ഒരു പരിധി വിട്ട് നമ്മൾ സത്യത്തെ തേടാത്തൊരവസ്ഥ വരുന്നത് നന്നല്ല. അപ്പോൾ ആ ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് എന്നുള്ള വാക്കുകൂടെ ഓർത്തോളൂ. അതിൻ്റെ ബേസിസിൽ ഇത് കേൾക്കും. ഓക്കെ. മഞ്ഞുരുകി ഭാരമൊഴിയാതിരിക്കാൻ വാർത്താപത്രങ്ങളിൽ മുഖം പൂഴ്ത്തണം. നമ്മുടെ മനസ്സിലെ സംശയങ്ങൾ, ആകുലതകളാകുന്ന മഞ്ഞുരുകി ആ ഭാരം ഒഴിയണമെങ്കിൽ നമ്മൾ സത്യത്തെ ഫേസ് ചെയ്യണം, അതിനെ അക്നോളജ് ചെയ്യണം, സ്വയം ചിന്തിക്കണം. എന്നാൽ അത് ചെയ്യാതിരിക്കാൻ നമ്മളെ എൻഗേജ്ഡ് ആക്കുന്നു. സത്യത്തെ നേരിടാൻ കഴിയാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ പല രീതികൾ. അതിലൊന്നാണ് വാർത്താപത്രങ്ങളിൽ മുഖം പൂഴ്ത്തുക. പലവിധ ലോകകാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളെക്കുറിച്ചും നമ്മുടെ പരിസരങ്ങളെക്കുറിച്ചും നമ്മുടെ സത്യത്തെക്കുറിച്ചും നമ്മുടെ അവസ്ഥകളെക്കുറിച്ചും നമ്മുടെ മനസ്ഥിതികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാതെ ആവണം. ഒരുതരം ഒളിച്ചോട്ടമാണിത്. ഇനി വേദന വാക്കുകളിൽ തെളിയാതിരിക്കാൻ ആഗോള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നമ്മളൊരു സമൂഹജീവി തന്നെയാണ്, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യണം. പക്ഷേ അത് സ്വന്തം വേദന പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു വഴിയാവരുത്. ആ വേദനയെ ഉള്ളിലോട്ട് തള്ളി വയ്ക്കാനും മറച്ചു പിടിക്കാനുമുള്ള അതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാവരുത്. പലപ്പോഴും സ്വന്തം വേദനകളും സ്വന്തം ഇൻസെക്യൂരിറ്റീസും സ്വന്തം പലതരം ഫീലിങ്സും കണ്ടുപിടിക്കാതിരിക്കാനും അത് പുറത്തോട്ട് വരാതിരിക്കാനും അതിൽ നിന്നുള്ള രക്ഷപ്പെടലുമായിട്ടാണ് വലിയ ആഗോള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. വേദന വാക്കുകളിൽ തെളിയാതിരിക്കാൻ ആഗോള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. ഇവിടെ എടുക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് സെൻസിലാണെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നേരിൻ്റെ നീറലിൽ വേവാതിരിക്കാൻ ലഹരി പാനീയം കുടിച്ച് ഉന്മത്തരാകണം. സത്യം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, പക്ഷെ എന്നാലും ഇവൻച്വലി സത്യം തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു നേരിൻ്റെ നീറലുണ്ടാവാതിരിക്കാൻ ലഹരി പലതരം കാര്യങ്ങൾ വലിച്ച് സ്വയം ബോധം പോകുന്നു. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, പിന്നെ അതിലൊരു സുഖം കണ്ടെത്തുന്നു. അങ്ങനെ എത്രയോ ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങൾ സമൂഹത്തിൽ പ്രശ്നങ്ങളും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല. പലതിൽ നിന്നുള്ള ഒളിച്ചോട്ടം, ദുഃഖം മറക്കാൻ, വേദന മറക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് പലരും കുടിക്കൽ തുടങ്ങുന്നത്. പിന്നെ എവിടെ എത്തുന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. പിന്നെ സന്തതികളുടെ നൈർമല്യം ഏശാതിരിക്കാൻ വേലയ്ക്ക് വീട്ടിലൊരു ആയയെ നിർത്തണം. പലപ്പോഴും നമ്മളിങ്ങനെ ഒളിച്ചോടുന്ന ബലം പിടിച്ചിരിക്കുന്ന മനുഷ്യരെ കുറേ കൂടി നല്ല മനുഷ്യരാക്കാൻ കുട്ടികൾക്ക് കഴിയും. കുട്ടികളുടെ ആ നൈർമല്യത്തിന് കഴിയും. ദൈവത്തിൻ്റെ ആ ശുദ്ധഭാവം ഏറ്റവും കൂടുതൽ കാണുന്നത് കൊച്ചു കുട്ടികളാണെന്നുള്ളത് അത് സത്യമാണ്. അപ്പോൾ ആ കുട്ടികളുടെ നൈർമല്യം കാരണം ചിലപ്പോൾ നമുക്ക് സ്വയം തിരുത്താൻ കഴിയും. പക്ഷെ അതിലുള്ള സാധ്യത പോലും ഒഴിവാക്കാൻ നമ്മൾ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാതെ വീട്ടിൽ ആയയെ നിർത്തുകയാണ്. കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ എങ്ങാനും നമ്മൾ നന്നായി പോയാലോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഏകാന്തതയിൽ ചോദ്യങ്ങൾ ഉണരാതിരിക്കാൻ കാതുകളിൽ സെൽഫോൺ തൂക്കി നടക്കണം. ഇത് വളരെ ശരിയാണ്. ഇന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് എത്ര നേരം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നാലേ ചിലപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്ത വരാതെ ഇരിക്കാൻ എപ്പോഴൊക്കെ ഏകാന്തതയുണ്ടോ അപ്പോഴൊക്കെ ഫോൺ എടുക്കണം. ഒന്നുകിൽ സ്ക്രോൾ ചെയ്യണം, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അല്ലെങ്കിൽ സെൽഫോൺ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. എഗെയിൻ ഈ സെൽഫോൺ ഉപയോഗിക്കുന്നതും മൊത്തത്തിൽ തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അതൊരു ഒളിച്ചോട്ടമാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകാന്തതയിൽ ചോദ്യങ്ങൾ ഉണരാതിരിക്കാൻ കാതുകളിൽ സെൽഫോൺ തൂക്കി നടക്കണം.
അസ്തിത്വ താപങ്ങൾ അലട്ടാതിരിക്കുവാൻ അന്യനിൽ കുറ്റങ്ങൾ കണ്ടു കയർക്കണം. ഇത് വളരെ കോമൺ ആണ്. നമുക്ക് സ്വന്തം വിഷമങ്ങളും സ്വന്തം കുറവുകളും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളും നമ്മൾ അക്നോളജ് ചെയ്യാൻ മടിയായിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുതരം പ്രൊജക്ഷൻ, അവരുടെ കുഴപ്പമാണ്, ഇവരുടെ കുഴപ്പമാണ്, ലോകത്തിൻ്റെ കുഴപ്പമാണ്, സർക്കാരിൻ്റെ കുഴപ്പമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കെന്ത് തിരുത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേയില്ല. അസ്തിത്വതാപം ഇത് വളരെ കോമൺ ആണ് കേട്ടോ. തർക്കങ്ങളൊക്കെ വളരെ കോമൺ ആണ്. ഉള്ളിലോട്ട് നമ്മൾ നോക്കുകയില്ല, പുറമേക്കാണ് നമ്മുടെ നോട്ടം മുഴുവൻ. അസ്തിത്വതാപങ്ങൾ അലട്ടാതിരിക്കാൻ അന്യനിൽ കുറ്റങ്ങൾ കണ്ടു കയർക്കണം. താളമേളങ്ങളിൽ മനമലിയാതിരിക്കാൻ അരങ്ങു തകർത്താടും ഡാൻസുകൾ കാണണം. പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും ചില സുന്ദരമായ താളമേളങ്ങളിൽ നമ്മുടെ മനസ്സ് അലിഞ്ഞു പോകും. ആ മനസ്സ് ബെറ്റർ ആവും, നൈർമല്യം വരും, ചിന്തകൾക്ക് പ്രചോദനമാകും. എന്നാൽ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വളരെ സൗണ്ടുള്ള, നോയ്സുള്ള, ബഹളങ്ങളുള്ള അരങ്ങു തകർത്താടും ഡാൻസുകൾ കാണണം. ആർദ്രതയുള്ളിൽ നിറയാതിരിക്കുവാൻ ആക്രോശഗീതങ്ങൾ സ്ഥിരമായി കേൾക്കണം. ഇതും സെയിം മീനിങ് ആണ്. ഉള്ളിൽ ആർദ്രത വരാതിരിക്കാൻ വേണ്ടി ബഹളത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. മേക്കിംഗ് യുവർ സെൽഫ് ബിസി. ഇപ്പം ചിന്തിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ഒരുതരം സുഖകരമായ മറവി, താൽക്കാലിക സുഖകരമാണ്, അതൊരു ഒളിച്ചോട്ടമാണ്. സ്ഥിരമുള്ള സുഖം അത് തരുന്നില്ല, പക്ഷെ നമ്മളത് അറിയുന്നില്ല. പ്രകൃതിയുടെ സാന്ത്വനം നുകരാതിരിക്കാൻ ബഹുവർണ്ണ സീനറികൾ ചുമരിൽ പതിക്കണം. പ്രകൃതിയിൽ ആ സുന്ദര സാന്നിധ്യം മനസ്സിലാക്കാതെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സീനറികൾ പതിക്കുകയാണ്. വിശുദ്ധിയുടെ മൂടുപടം അഴിയാതിരിക്കാൻ പുണ്യകേന്ദ്രങ്ങളിൽ ചെന്ന് ധ്യാനിച്ചിരിക്കണം. ഇതും ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയണേ. അപ്പോൾ ഇത് ഓരോ വാക്കും ശരിക്കും വിശദമായിട്ട് ചിന്തിക്കാനുണ്ട്. നമ്മൾ സ്വയം ഉള്ളിലേക്ക് നോക്കാതെ ഏതൊക്കെ രീതികളിൽ, പല പല രീതികളിൽ എങ്ങനെ ഒളിച്ചോടുന്നു, സത്യത്തെ നേരിടാൻ നമുക്ക് ധൈര്യമില്ലേ എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. വളരെ ഫൈനായിട്ട് സബ്റ്റിലായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും വീണ്ടും വായിക്കുകയും കേൾക്കുകയും ചെയ്താലേ നമുക്ക് അതിൻ്റെ അന്തസത്ത മനസ്സിലാവുകയുള്ളൂ. ഇതിൻ്റെ അവസാനം സ്വാമിജിയുടെ മറുമൊഴിയായിട്ട് എഴുതിയിട്ടുണ്ട്: തിരക്കില്ലാത്തവർക്കും വേണ്ടാത്തവർക്കും ഔപചാരികതകൾ നിർബന്ധമില്ലാത്തവർക്കും മാവിൻ തോപ്പിലേക്കും കാവിലേക്കും കുളത്തിലേക്കും പുൽപ്പരപ്പിലേക്കും പൂന്തോപ്പിലേക്കും പൂന്തേനരുവിലേക്കും സ്വാഗതം. സുന്ദരമായ വരികളുമായിട്ടാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിൽ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടി ആലോചിക്കാം. ഈ വരികൾ ഞാൻ ഒന്നുകൂടി ഒരുമിച്ച് ചേർത്ത് വായിക്കാം. വാണിജ്യ പാഠങ്ങൾ. മഞ്ഞുരുകി ഭാരമൊഴിയാതിരിക്കാൻ വാർത്താപത്രങ്ങളിൽ മുഖം പൂഴ്ത്തണം. വേദന വാക്കുകളിൽ തെളിയാതിരിക്കാൻ ആഗോള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. നേരിൻ്റെ നീറലിൽ വേവാതിരിക്കാൻ ലഹരിപാനീയം കുടി ചുന്മത്തരാകണം. സന്തതികളുടെ നൈർമല്യമേശാതിരിക്കാൻ വേലയ്ക്ക് വീട്ടിലൊരായയെ നിർത്തണം. ഏകാന്തതയിൽ ചോദ്യങ്ങൾ ഉണരാതിരിക്കാൻ കാതുകളിൽ സെൽഫോൺ തൂക്കി നടക്കണം. അസ്തിത്വ താപങ്ങൾ അലട്ടാതിരിക്കുവാൻ അന്യനിൽ കുറ്റങ്ങൾ കണ്ടുകയർക്കണം. താളമേളങ്ങളിൽ മനമലിയാതിരിക്കാൻ അരങ്ങു തകർത്താടും ഡാൻസുകൾ കാണണം. ആർദ്രതയുള്ളിൽ നിറയാതിരിക്കുവാൻ ആക്രോശഗീതങ്ങൾ സ്ഥിരമായി കേൾക്കണം. പ്രകൃതിയുടെ സാന്ത്വനം നുകരാതിരിക്കാൻ ബഹുവർണ്ണ സീനറികൾ ചുമരിൽ പതിക്കണം. വിശുദ്ധിയുടെ മൂടുപടം അഴിയാതിരിക്കാൻ പുണ്യകേന്ദ്രങ്ങളിൽ ചെന്ന് ധ്യാനിച്ചിരിക്കണം. ഇനി ഇതിനോടൊപ്പം ചില അക്നോണിംസ് കൂടി ആ പ്രോഗ്രാമിൽ, ഫസ്റ്റ് പോസ്റ്റിലെ പ്രോഗ്രാമിൽ കേട്ട 1-2 വാക്കുകൾ. ഒന്ന് ഫോഫോ, ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട്. രണ്ടാമത്തെ FOBO, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഈ ഒരു കവിതയായിട്ട് ചേർത്ത് വായിക്കാം. ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. സത്യത്തെ അക്നോളജ് ചെയ്ത് അതിനെ മനസ്സിലാക്കി സ്വയം തിരുത്തുന്നതിലൂടെയുള്ള ബെറ്റർ ഓപ്ഷൻസിനെ നമ്മൾ ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് ചങ്ങലകളെയാണ് ഇഷ്ടം. പിന്നെ FODA, ഫിയർ ഓഫ് ഡൂയിങ് എനിത്തിങ്. അത് നമ്മൾ വേൾഡിനാൽ തന്നെ ഓവർവെൽംഡ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അത് വേറെ, അത് ഇതുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ഇല്ല, ഞാൻ കൂടെ ആ ടേംസ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഫോസോ, ഫിയർ ഓഫ് സ്റ്റാർട്ടിങ് ഓവർ. ഒരു സ്വയം വിചിന്തനം നടത്തി ചില കാര്യങ്ങളിൽ വീണ്ടും ഒരു പുതു തുടക്കം ചെയ്യാനുള്ള മടി. ഒരുപാട് യാത്ര ചെയ്തു, ഇനിയിപ്പോൾ എന്ത് തുടങ്ങാൻ എന്നുള്ളൊരു മടി, തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത അക്നോളജ് ചെയ്യാനുള്ള മടി, അത് വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള മടി. ഫിയർ ഓഫ് സ്റ്റാർട്ടിങ് ഓവർ. പിന്നെ ഫിയർ ഓഫ് FOPO, ഫിയർ ഓഫ് അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ്. നാട്ടുകാരെന്ത് വിചാരിക്കുന്നില്ല. അത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നാലാളെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളത് നമ്മുടെ ഒരു മുഖമുദ്രയാണല്ലോ. അപ്പോൾ നമ്മൾ മാത്രമല്ല എല്ലാവരുടെയും ഉണ്ടാവും. നമ്മുടെ പരിചയമുള്ളതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ FOMU, ഫിയർ ഓഫ് മെസ്സിങ് അപ്പ്. ശരിയാവൂ, ഞാൻ ചെയ്താൽ ശരിയാവൂ എന്നുള്ളത്. ഒരുതരം പെർഫെക്ഷനിസം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പലപ്പോഴും ചില കാര്യങ്ങൾ ഒട്ടും ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധ വേണം, തയ്യാറെടുപ്പ് വേണം, പക്ഷേ പെർഫെക്ഷനിസത്തിൽ നമ്മൾ ഒരുപാട് കുരുങ്ങിപ്പോയി ഒന്നും ചെയ്യാത്ത അവസ്ഥ വരരുത്. സോ FOMU, ഫിയർ ഓഫ് മെസ്സിങ് അപ്പ്. ലാസ്റ്റത്തെ FOBA, ഫിയർ ഓഫ് ബീയിങ് എലോൺ. ചില ബന്ധങ്ങളിലും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഇറങ്ങി നടക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. അതുകൊണ്ട് നമ്മൾ ടോക്സിക് ആയ പല കാര്യങ്ങളിലും, വ്യക്തികളിലും സാഹചര്യങ്ങളിലും സിറ്റുവേഷൻസിലൊക്കെ തുടരുന്നു. അവിടുന്ന് ഒന്ന് ഇറങ്ങിയാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ ഒറ്റയ്ക്കാവാനുള്ള പേടി കാരണം നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടരുന്നു, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് ഫോബ എന്നുള്ളത് അതുമായിട്ട് ചേർത്ത് വായിക്കാം. സോ ഫോഫോ, ഫോബോ, ഫോഡ, ഫോസോ, FOPO, FOMU, ഫോബ. Fear of finding out, fear of better options, fear of doing anything, fear of starting over, fear of other people's opinions, fear of messing up and fear of being alone. അപ്പോൾ ഈ 6 എക്കണോമിക്സും സ്വാമിജിയുടെ ഈ ഒരു കവിതയും ഇത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതും എല്ലാം ചേർത്ത് ചിന്തിക്കൂ.
ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാണ്ട് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. ഈ കവിതയുടെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിലിടാം. ചിന്തിക്കും. താങ്ക് യു.